പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഇഫ്താർ സംഗമങ്ങൾ അത് എത്ര ചെറുതാണെങ്കിലും നമ്മുടെ സമൂഹത്തിൽ വലിയൊരു കോൺഫിഡൻസ് കൊടുക്കുന്ന, കാരണം എല്ലാ ആളുകളും ഒരുമിച്ചിരിക്കുകയാണ്. വിവിധ അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായ വിയോജിപ്പുകളും, കാരണം വിയോജിപ്പുകൾ ഉണ്ടാകുമ്പോഴാണ് ഈ ഒരുമിച്ചിരിക്കുന്നതിന് ആഹ്ലാദം ഉണ്ടാവുള്ളൂ. യോജിക്കണം എല്ലാവരും നിങ്ങളിപ്പോൾ എല്ലാവരും ഇരുന്ന സംസ്ഥാന കമ്മിറ്റി ആവുള്ളൂ, അത് ഇഫ്താർ സംഘമാവില്ലേ. അപ്പോൾ വിയോജിപ്പുകളുടെ ആഹ്ലാദമാണ് ഇഫ്താർ സംഗമം എന്ന് പറയുന്നത്. വിയോജിപ്പുകൾ നമുക്കൊക്കെ എല്ലാവർക്കും ഉണ്ട്. വിയോജിപ്പുകൾ നമ്മൾ പറയേണ്ട സമയത്ത് എല്ലാവരും പറയുകയും ചെയ്യുക. അതേസമയം അത് യോജിക്കാൻ പറ്റുന്ന മേഖലയിൽ യോജിക്കാൻ പറ്റാത്ത വിയോജിപ്പുകളായി ഒരിക്കലും മാറരുത് എന്നാണ് അതിൻ്റെ അസൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് കൂടിയാണ് ഇഫ്താർ എന്ന് പറയുന്നത്. നമ്മളെല്ലാ വിവിധ സംഘടനകളും യോജിക്കാൻ പറ്റുന്ന മേഖലയിൽ യോജിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഇഫ്താർ സംഗമത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒന്ന് നമ്മൾ ഇന്ത്യയുടെ അവസ്ഥ വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കണം. പേഴ്സണൽ ലോ ബോർഡ് കഴിഞ്ഞ ഗവൺമെൻറ് വന്നപ്പോൾ പോലും പ്രാർത്ഥനക്കൊന്നും ആഹ്വാനം ചെയ്തിട്ടില്ല. കാരണം അത്രയും ബീഭത്സമായ ആക്രമണം നോർത്ത് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പോലീസിൻ്റെ ബൂട്ടിൻ്റെ ചവിട്ടിട്ടിട്ടാണ് ഒരു നവജാത ശിശു രാജസ്ഥാനിൽ കൊല ചെയ്യപ്പെട്ടത്. എല്ലാ ദിവസവും വീട്ടിൽ റെയ്ഡാണെന്നാണ് പോലീസ് പറയുന്നത്. പിന്നെ ആഗോളതലത്തിൽ നമുക്കറിയാം, ഫലസ്തീൻ, സിറിയ, ലബനാൻ ഇവിടങ്ങളിലൊക്കെ മുസ്ലിങ്ങൾ അതിജീവനത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഗസ വിട്ടു പോകണം എന്നാണ് റൊണാൾഡ് ട്രംപ് പറഞ്ഞത്. അപ്പോൾ അതിന് മറുപടി ഗസക്കാരുടെ മുദ്രാവാക്യമുണ്ട്, ലാ ഹിജ്റത്ത് ഇല്ലാ ലിൽ ഖുദ്സ്, ഖുദ്സിലേക്കല്ലാതെ ഞങ്ങൾ ഒരടി മുന്നോട്ട് പോവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ കഴിഞ്ഞ നോമ്പിനേക്കാൾ അപേക്ഷിച്ച് കുറെ കൂടി ആശ്വാസകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ പോലും ആ ജനതയ്ക്ക് അതിജീവനം സാധ്യമാകണമെങ്കിൽ മിനിമം 16 വർഷം എടുക്കും. 4,20,00,000 ടൺ വേസ്റ്റാണ് ഗസയിലുള്ളത്. ഈ വേസ്റ്റ് നീക്കാൻ 16 വർഷം എടുക്കുമെന്നാണ് കണക്ക് പറയുന്നത്. പക്ഷേ എന്നാലും തകർക്കപ്പെട്ട ഏകദേശം 350 പള്ളികൾ അവിടെ ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പള്ളിയാണ് മസ്ജിദ് ഇമാം ഷാഫിഈ റഹിമഹുല്ല. ഷാഫിയുടെ ജന്മസ്ഥലമാണ് ഗസ എന്ന് പറയുന്നത്. അവിടെ തറാവീഹ് നിസ്കാരങ്ങൾ നടത്തുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യം. തകർക്കപ്പെട്ട എല്ലാ പള്ളിയുടെ അടുത്ത് അവരെന്ത് ചെയ്യുന്നുണ്ട്? നിസ്കാരം നടത്തുന്നുണ്ട്, നോമ്പ് തുറ നടത്തുന്നുണ്ട്, ഇഫ്താർ സംഗമങ്ങൾ നടത്തുന്നുണ്ട്. അവരുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന കൂടി ഈ സംഗമത്തിൻ്റെ ഭാഗമാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സംഗമത്തിന് ജമാഅത്തെ ഇസ്ലാമിയുടെ എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.